പക്ഷെ എന്തായാലും നീ മാനേജ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം. എന്റെ ഗതികേട് ഞാൻ ചെയ്തല്ലേ പറ്റൂ. ശരി ശരി, വേഗം റെഡിയാവ്. ആരതി 10 പ്രാവശ്യമെങ്കിലും വിളിച്ചു കാണും. ആദ്യോ? എന്തിന്? നിന്റെ ആരതിയുടെയും കല്യാണത്തിന്റെ പൂജയ്ക്കായി അവള് ആ കുടുംബക്കാരെയൊക്കെ കൂട്ടി അമ്പലത്തിലേക്ക് വരുന്നുണ്ടത്രേ. അവളുടെ അമ്മയും കൂടെ ഉണ്ടാവും. നിന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. ചേട്ടനും കൂടെ വരുന്നില്ലേ? എനിക്കെന്താ വേറെ പണിയില്ലെന്ന് നീ കരുതിയോ? നിന്റെ പുറകെ നടക്കണം, ആ കഴുതയുടെ പുറകെ നടക്കണം. എനിക്കിപ്പോ ഇതാ ജോലി. അമൂല്യയുടെ പിന്നാലെ നടക്കുന്നത് ചേട്ടന്റെ ആവശ്യമായി പോയല്ലേ? അതെനിക്കറിയില്ല. എനിക്ക് വേണ്ടി എന്തായാലും നീ വന്നേ പറ്റൂ. ഞാൻ ഒറ്റയ്ക്ക് പോയാ അവർ 1000 ചോദ്യങ്ങളുണ്ടാവും. നീ കൂടെ വന്ന ധൈര്യ. മാത്രമല്ല അനിയത്തെ കാണുകയും ചെയ്യാലോ. പ്ലീസ് ചേട്ടാ, പ്ലീസ് 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 പ്ലീസ്. വന്നിപ്പോ പെണ്ണുങ്ങളോട് സംസാരിക്കാനും ഞാൻ വേണമെന്നായോ? ആയിക്കോട്ടെ, ഈ ഒരു തവണ ഞാൻ വരും. ഇറങ്ങ്. സൂപ്പർ. ഞാൻ റെഡി ആയിട്ട് വരാം. ഓക്കെ, ബൈ. എന്നെ മണ്ടിയാക്കിയിട്ട് എങ്ങോട്ട് പോകാനുള്ള പുറപ്പാടില്ല. ഇനി നീ മൂടി വെച്ചതെല്ലാം പുറത്തു വരും, നോക്കിക്കോ. അതിനുവേണ്ടി ഞാനും ഒരു പ്ലാൻ കണ്ടിട്ടുണ്ട്. അമ്മേ, ഞാൻ കുഞ്ഞായിരുന്നപ്പോ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ അമ്പലത്തിൽ വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ. ഇവിടെ ഒരു മാറ്റവും ഇല്ലല്ലേ? വീട്ടിലൊരു കല്യാണം വന്നപ്പോഴെങ്കിലും ഒന്നിച്ച് വരാൻ പറ്റിയല്ലോ. അതെന്തായാലും നടക്കുമല്ലോ. നമ്മുടെ വീട്ടിൽ മുഴുവനും പെൺകുട്ടികളല്ലേ. ഒരു കല്യാണത്തിൽ തന്നെ ഞാനൊന്ന് വീണു. എല്ലാവരുടെയും എന്നെ കൊണ്ട് കഴിയൂ. മതി മതി, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്ക്. നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ സ്ഥലത്താണ്. ഇവിടെ നല്ല തിരക്കുണ്ടാവും. ആരും കൂട്ടം തെറ്റി പോവരുത്. എല്ലാവരും കൈയും പിടിച്ചു വേണം നടക്കാൻ. ശരി, നടക്ക്. വാ ചേച്ചി. നടക്ക് നടക്ക്. ആരതി, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ എല്ലാവരുമായിട്ട് ഇവിടെ വരാൻ പറഞ്ഞതേ അതിനാ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി ചേച്ചി. ഇവൾക്കും അറിയാന്നോ? ഇതിൽ എന്തോ രഹസ്യമുണ്ട്. എന്തായിരിക്കും അത്? ഇവിടെ തന്നെ നിൽക്കാതെ വേഗം വാ, അമ്മ ബഹളം ഉണ്ടാക്കുന്നു. നീ ഒന്ന് പതുക്കെ നടക്കോ? എത്രാമത്തെ മാസമാണെന്ന് അറിയില്ലേ? ഓ, എന്തോ ഒരു കെയറിംഗ് ആണെന്ന് നോക്കണേ. പിന്നെ ഞാനല്ലാതെ വേറെ ആരാ കയറേണ്ടത്? ഞാനൊരു തമാശക്ക് പറഞ്ഞതാ. എനിക്ക് നിന്നെ കിട്ടിയതേ ഒരു ഭാഗ്യ. ഈ പറഞ്ഞത് തമാശല്ല കേട്ടോ. അതൊക്കെ വിട്ടേക്ക്. എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ. ഇന്നലെ ബാച്ചിലർ പാർട്ടിക്കിടെ വിക്കിച്ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. ആരതിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആരതിക്ക് സന്തോഷാവട്ടെ. ഇവനെ എവിടെ ഇനി ആരെങ്കിലും കണ്ട് അത് ചെറിയ മോട് പറഞ്ഞു കൊടുത്ത് ഇതെല്ലാം കൊളാക്കുമല്ലോ. അങ്ങനൊന്നുമില്ല. വീട്ടിൽ വന്നാലല്ലേ പ്രശ്നം. അമ്പലത്തിൽ വരുന്നതിന് എന്താ തെറ്റ്? നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരുടെ കാര്യം അവര് നോക്കട്ടെ. ഇത് പ്രഗ്നൻസി ടൈമാ, നീ ശ്രദ്ധിക്കണം. ഇനി കയറിയാലോ? ഞങ്ങളുടെ കുടുംബദേവ തിരുമേനി 2 ദിവസം കഴിഞ്ഞ എന്റെ മകളുടെ കല്യാണം. പൂജ നടത്തി അനുഗ്രഹം വാങ്ങാൻ വന്നതാ. ഇക്കാലത്ത് കുലദൈവത്തിന് എല്ലാവരും കുടിയൊഴിപ്പിക്കലാണ് പതിവ്. അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നിട്ടും നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ വരാനുള്ള മനസ്സ് കാണിച്ചല്ലോ. നിങ്ങളുടെ ഭക്തിയാണത്. എന്തായാലും നല്ലത് വരട്ടെ. പൂജ ആരംഭിക്കാം. ഇതാ. ഓം ഭൂർഭുവസ്വഃ സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്വഃ സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം നാരായണായ നമഃ. എന്റെ ദൈവമേ, എന്റെ ഭയവും ആദി എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. എന്റെ മകൾക്ക് നല്ലൊരു ചെറുക്കനെ വേണമെന്ന് പ്രാർത്ഥിച്ചപ്പോ
തങ്കം പോലത്തെ ഒരു പയ്യനെ നീ എനിക്ക് കൊണ്ടു തന്നു. ഇനി എല്ലാ വഴിയിലും ഒരു തടസ്സം ഉണ്ടാവാതെ നീ തന്നെ നോക്കണേ എന്റെ ദൈവമേ, കാത്തുകൊള്ളണേ. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ മകളുടെ കല്യാണം ഞാൻ നടത്തി കൊടുക്കാൻ പോവാണ്. കല്യാണം കഴിഞ്ഞ് അവൾ പോകുന്ന വീട്ടിൽ ഒരു കുറവും അവൾക്കുണ്ടാകരുത്. അവളെ കാത്തോണേ. കള്ളത്തിന് മേലെ കള്ളം പറഞ്ഞാലും ഞാൻ അതൊക്കെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. പക്ഷെ കല്യാണ ദിവസം ഭയങ്കര പരീക്ഷണങ്ങളായിരിക്കുമല്ലോ. അന്ന് അച്ഛനും അമ്മയും വിക്കുകയും ചേച്ചിയും അംഗീകരിക്കില്ല ഈശ്വര. എല്ലാം നല്ല രീതിയിൽ നടത്തി തരണേ ഭഗവാനെ. ആരെങ്കിലും ഇത് പോയി ഒന്ന് ഉടച്ചിട്ട് വരൂ. തരൂ, ഞാൻ ഉടയ്ക്കാം. ചേട്ടാ, ചേട്ടനെ കൊണ്ടൊന്നും ഇത് പറ്റില്ല. അതെന്താ, എന്നെ കൊണ്ട് തേങ്ങ ഉടയ്ക്കാൻ പറ്റില്ലെന്നാണോ? തേങ്ങ ഉടയ്ക്കാന്ന് വെച്ചാൽ അതത്ര നിസ്സാരാണെന്നാണ് കരുതിയത്. ഒറ്റയടിക്ക് 2 കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചാലേ ബലം കിട്ടൂ. ചേട്ടൻ ഇത് പൊട്ടിച്ച എല്ലാം പല പല കഷ്ണങ്ങളായി പോകും. അതോടെ ബലവും ഇല്ലാതെ. പൊന്നു മോളെ, നീ തന്നെ കൊണ്ടുടക്കി. ദേവി, എന്റെ ആഗ്രഹം എന്താണെന്ന് ദേവിക്ക് അറിയാലോ. അത് നീ നടത്തി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിക്കി എനിക്കിപ്പോ എന്തായാലും കാണാൻ കഴിയില്ലായിരിക്കും. പക്ഷെ ഞാൻ കാണുന്നത് വരെ അവൻ സന്തോഷായിരിക്കണേ. അന്ന് അമ്പലത്തിലേക്ക് ആദ്യം എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പതാ ഇവനും കൂട്ടിക്കൊണ്ടുവന്നു. കാര്യം കഴിഞ്ഞപ്പോ അന്ന് ആദ്യം സംസാരിക്കാന്ന് പറഞ്ഞ സിദ്ധാർത്ഥന്റെ കൂടെ പോയി. ഇപ്പതാ ഇവനും പോയി. ഇവന് ഞാൻ ഇനി ഇവിടെ പോയി കണ്ടുപിടിക്കാനാ. ഈ സിബ്ലിങ്സ് ഒക്കെ വലിയ തലവേദനയെ ശരിക്കും എനിക്കിപ്പോ മനസ്സിലാവും. എന്റെ ചേച്ചിയുടെയും വിക്കിയുടെയും കല്യാണം ഒരു തടസ്സവും കൂടാതെ നന്നായി നടത്തി തരണേ ഭഗവാനെ. ഈശ്വര, ഈ തേങ്ങ നന്നായി പൊട്ടിച്ചു തരണേ. ഒരു ദിവസം അമ്പലത്തിൽ വന്നപ്പോ ആ സ്വാമി എന്റെ കൈ നോക്കി എന്നോട് പറഞ്ഞത്, നിന്നെ കല്യാണം കഴിക്കാൻ പോണ ചേക്കനെ നീ ഇവിടെ വെച്ച് കാണൂന്നല്ലേ. ഇതുവരെ കണ്ടില്ലല്ലോ. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ചേച്ചിയുടെ കല്യാണം അടുക്കാറായി. ഇനിയെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഈ കല്യാണത്തിന് മുമ്പെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ? ഒന്ന് കണ്ടാ മതിയായിരുന്നു. എനിക്കും കാണില്ല ഇതുപോലെ ആഗ്രഹങ്ങളൊക്കെ. ഒരേ ഒരു പ്രാവശ്യം കണ്ടാ മാത്രം മതിയായിരുന്നു. വേറൊന്നുമല്ല, എന്റെ പയ്യൻ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനൊരാഗ്രഹം, അത്രേ ഉള്ളൂ.
ഹായ് ദൈവമേ, ഞാൻ നിന്നെ കാണാൻ വേണ്ടിട്ട് വന്നതാണെന്നാണോ നീ കരുതിയത്? ഓക്കെ, വെൽക്കം. ഒരു ചെറിയ ഇമ്പോർട്ടന്റ് കേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊന്ന് സക്സസ് ആക്കി തരേണ്ടത് നിന്റെ കടമയാണ്. ദിസ് ഈസ് മൈ ഓർഡർ. കഴിഞ്ഞ ഇലക്ഷനില് എന്റെ MLA സീറ്റ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിന്റെ അനുഗ്രഹത്തിലുള്ള പേയ്മെന്റ് കൂടുതലാണെങ്കിലും ഞാൻ തരാം. ഞാൻ പോയിട്ട് വരുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി. I'm sorry. എന്താ ഈ വടി വിഴിഞ്ഞ പോലെ നിക്കണേ? വീണ് കിടക്കണ കണ്ടില്ലേ? എന്റെ കൈ ഒന്ന് പിടിച്ചേ. കണ്ണാടി വെച്ച് നോക്കിയാലും വേദാന്ത് തന്നെ, മാറ്റിട്ട് നോക്കിയാലും വേദാന്ത് തന്നെ. അത് ശരി, അപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പരമ സത്യം തന്നെ. വേദാന്തോ? അതും ഒരു പെണ്ണിന്റെ കൂടെ? ആഹാ, ഇതുറപ്പായിട്ടും ഒരു പ്രണയത്തിന്റെ ലക്ഷണം തന്നെ. അവിടെയാണെങ്കിൽ ചേച്ചി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ആലോചനയിലാണ്. ഇവിടെയോ രണ്ടും കൂടി ഡ്യുവറ്റ് പാട്ടും പാടി നടക്കുന്നു. ഈ കാര്യം ചേച്ചിയോട് പറഞ്ഞിട്ട് തന്നെ. You are welcome. ഏയ്, എന്തിനാ വെൽക്കം? അതിനാരാ താങ്ക്സ് പറഞ്ഞേ? നിന്നെ പോലുള്ള കഴുതുകളൊന്നും താങ്ക്സ് പറയാറില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വെറുതെ പറഞ്ഞ. ഇനി താങ്ക്സിന്റെ കുറവേ ഉള്ളൂ. അല്ല, ഞാൻ ഇവിടെ തേങ്ങ ഉടയ്ക്കാൻ വന്നപ്പോ അതിന്റെ ഇടയ്ക്കേക്ക് കേറി വന്ന് എന്നെ വീഴിക്കാൻ നിന്നോടാരാ പറഞ്ഞേ? കണ്ണും കാണാതെ കേറി വന്ന് ഇടിച്ച് എന്നെ വീഴ്ത്തി എന്റെ ദേഹത്തേക്ക് വന്ന് വീണു. അപ്പൊ നീയല്ലേ എന്നോട് സോറി പറയണ്ടേ? ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഞാനായോ കുറ്റക്കാരൻ? നീ വലിയ ഐശ്വര്യ റോയ് ഒന്നും വിചാരിക്കണ്ട. ഓവർ ആക്ടിങ് ചെയ്താൽ നിന്നെ കമ്പനിയിൽ നിന്ന് ഞാൻ ടെർമിനേറ്റ് ചെയ്ത് കളയും. എനിക്ക് അറിയായിരുന്നു മോനെ, നന്നായിട്ട് അറിയായിരുന്നു. ഇതിന് എന്നെ ടെർമിനേറ്റ് ചെയ്യാൻ മാത്രം ഒരു കാരണം ഇവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. എനിക്കിനിയും ടൈമുണ്ട്. നിന്നെ ഞാൻ കമ്പനിയിൽ നിന്ന് ഓടിച്ചിരിക്കും. നല്ല കോമഡി. ടൈം ഉണ്ടത്രേ, ടൈം. നീ പറഞ്ഞ 7 ദിവസത്തില് ഇന്നാ ലാസ്റ്റ് ഡേറ്റ്. ഇതുവരെ നിനക്ക് എന്നെ പറഞ്ഞുവിടാൻ ഒരു കാരണമില്ല. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ജയിച്ചു, നീ തോറ്റും പോയി. ഏയ്, യു ആർ എ ചീറ്റർ. ഈ വീക്കിനുള്ളിൽ ഞാൻ നിന്നെ ടെർമിനേറ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ നീ പറയുന്ന പോലെ ഞാനങ്ങ് ചെയ്യും. നിനക്കൊരു കാര്യം അറിയോ? തോറ്റവനോട് തോറ്റ കാര്യം ചോദിച്ചാ പറയാൻ 100 കാരണങ്ങൾ കാണും. എന്നാൽ ജയിച്ച ആളോട് ചോദിച്ചാ ജയിച്ചു എന്നുള്ള ഒരേ ഒരു കാരണേ കാണും. നിന്റെ ഈ ഡയലോഗ്സ് ഒന്നും എന്നോട് വേണ്ട. ആ സിദ്ധാർത്ഥ് ഒരുത്തൻ കാരണമാണ് ഞാനിപ്പോ പെട്ടുപോയത്. Damn it. വിക്രാന്ത്, മോനു ഈ അമ്പലത്തിലുണ്ടായിരുന്നോ? അമ്മായി ആദ്യം ഇവിടേക്ക് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് പ്രഗ്നന്റ് അല്ലേ, അമ്മ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഓ ആണോ? അതെന്തായാലും നന്നായി മോനെ. ഈ കള്ളത്തരത്തിന് നീ അമ്മയും കൂട്ടുപിടിച്ചോ? തിരുമേനി, ഞാനിത് തേങ്ങ ഉടച്ചു. ഒരു തേങ്ങ പൊട്ടിക്കാൻ നിനക്ക് ഇത്ര നേരമോ? എവിടെ പോയതാടി? എന്താ മോളെ, ഡ്രസ്സിലൊക്കെ മണ്ണായല്ലോ, എന്തു പറ്റി? തേങ്ങയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വീണതായിരിക്കും അച്ഛാ. പൊട്ടിച്ച ഫോഴ്സിന് വെള്ളം മുഴുവൻ തെറിച്ചിട്ടുണ്ടാവും.
അമ്മോ ഇതുപോലത്തെ ഒരു കോമഡി എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. നിന്റെ ഡ്രസ്സിൽ എങ്ങനെ അഴുക്ക് പറ്റിയേ? അമ്മേ, ഞാൻ അങ്ങോട്ട് പോയപ്പോ അവിടെ ചെളിയിൽ തെന്നി വീണതാ. തേങ്ങ പൊട്ടിക്കുന്നതിന്റെ ഇടയ്ക്ക് കാല് സ്ലിപ്പായി പോയതാ. അങ്ങനെ പറ്റിയതാ അമ്മേ. അപ്പൊ പെട്ടെന്ന് എനിക്ക് തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നി. അതുകൊണ്ടാ താമസിച്ചത്. അമ്മു നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ആ നേരത്തെ ഇവളുടെ സ്ക്രൂ ഇത്തിരി ലൂസായിരുന്നു, ഇപ്പൊ ടൈറ്റായിന്നാ തോന്നുന്നത്. ചേട്ടൻ പറഞ്ഞത് വളരെ കറക്റ്റാ. ഇവളുടെ ലൂസായി കിടന്ന കുറെ സ്ക്രൂ ഒക്കെ ഉണ്ടല്ലോ, അതാ വീണ വഴിക്ക് തന്നെ ശരിയായി കാണും. ഹലോ, ഞാനാ MLA പ്രഭാകരനാണ് സംസാരിക്കുന്നത്. Who is this? എന്താ പ്രഭാകര ഇങ്ങോട്ട് വിളിച്ചിട്ട് ഹൂ ഈസ് ദിസ് എന്ന് ചോദിക്കുന്നു? അത് ശരിയാണല്ലോ സിസ്റ്ററെ, അത് കറക്റ്റ്. ഫോൺ ചെയ്തത് ഞാനാണല്ലോ. യുനോ ഞാനിപ്പോ തിരക്കിലാണെന്നുള്ള കാര്യം അറിയാമല്ലോ. ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചാൽ ഉടനെ MLA പ്രഭാകരൻ എന്ന് പറഞ്ഞു ശീലമായി പോയതാ ചേച്ചി. പ്രഭാകര എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ MLA ആണെന്ന് ഓർമ്മിപ്പിക്കണ്ട. ഇലക്ഷനിൽ മത്സരിച്ചിട്ട് ഒരു സീറ്റ് പോലും കിട്ടാതിരുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അങ്ങനെ പെട്ടെന്ന് അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. ആൾക്കാരത്ര മണ്ടന്മാരൊന്നും അല്ലേ. ഞാനെന്റെ സ്വന്തം കുഴി തോണ്ടി പോലെ ആയിപ്പോയി. MLA എന്ന് ഞാൻ എന്നെ തന്നെ വിളിക്കുമ്പോ ഒരു വല്ലാത്ത സുഖ. അതുകൊണ്ടാ സെൽഫ് കോൺഫിഡൻസ് വിടാൻ പാടില്ലല്ലോ. വളരെ ഫേമസ് ആയ ലോയർ അല്ലേ എന്റെ മാസ്റ്റർ, അതായത് എന്റെ അച്ഛൻ. അച്ഛൻ കഴിഞ്ഞാ പിന്നെ ഞാനാണല്ലോ. മൊത്തത്തിൽ പറഞ്ഞ MLA പ്രഭാകരൻ. MLA ആയില്ലെങ്കിലും MLA പോലുള്ള സംസാരമൊക്കെ എന്തായാലും കൊള്ളാം. താങ്ക് യു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഉറപ്പായിട്ടും MLA ആയിരിക്കും. ശരി അതപ്പോഴല്ലേ. ഇപ്പൊ പോയ കാര്യം എന്തായി? എനിക്ക് വേറൊരു വഴിയും ഇല്ലാഞ്ഞിട്ടാ കഷ്ടപ്പെട്ട് നിന്നെ അവിടേക്ക് അയച്ചതെന്നുള്ള കാര്യം നിനക്കറിയാലോ. അറിയാം ചേച്ചി, എല്ലാം അറിയാം. അതായത് നമ്മുടെ പയ്യൻ ചേച്ചിയുടെ മോനില്ലേ വിക്കി, ഏതോ ഒരു ലോക്കൽ ഫാമിലിയിലെ പെണ്ണുമായിട്ട് പ്രണയത്തിലാണ്. അത് കണ്ടിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ ആരെന്ന് കണ്ടുപിടിക്കാനായിട്ടാ ഈ MLA വന്നത്. സാമൂഹ്യ പ്രവർത്തകനും അതിധൈര്യശാലിയും ആരോഗ്യവാനും സർവോപരി വിപ്ലവകാരിയുമായ ഈ MLA പ്രഭാകരൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. മതി നിന്റെ വർണ്ണനയൊക്കെ എന്തായാലും കൊള്ളാം. ബിൽഡപ്പ് നന്നായിട്ടുണ്ട്. എന്നാലും നീ പറഞ്ഞ കാര്യം കറക്റ്റാ. വിക്കി ഏത് പെണ്ണിനെയാ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് അറിയണം. ഇന്നലെ രാത്രി കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഏതെങ്കിലും ഒരുത്തിയെ ഈ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ വേറെ ഒരു കുഴപ്പമുണ്ട്. ചേച്ചിയുടെ രണ്ടാമത്തെ മോന്റെ കാര്യം വിട്ടേക്ക്. ചേച്ചിയുടെ മൂത്ത മോൻ ഒരു പ്രണയത്തിൽ വീണിട്ടുണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്താ വേദാന്തോ? പെണ്ണെന്ന് പറഞ്ഞാൽ അലർജിയാണെന്ന് പറയാറില്ലേ, അവൻ തന്നെ. ഇന്തൊരു പെണ്ണിന്റെ കൈ പിടിച്ചോണ്ട് അവിടെ നിപ്പുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ഐ വിറ്റ്നസ് ഞാൻ തന്നെയാ. നോക്ക്, വേദാന്തിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ശ്രദ്ധയെല്ലാം വിക്കിയുടെ മേലുണ്ടായാ മതി. എനിക്ക് ആത്മാർത്ഥത കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാനൊരു കണ്ണിട്ടേ ഉള്ളൂ. ഇതത്ര പ്രധാനപ്പെട്ട കാര്യമല്ലെങ്കിൽ ഞാൻ വിക്രാന്തിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തോളാം. എത്രയും പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്റെ വിക്കിയെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് കാണിച്ചു തന്നല്ലോ ദൈവമേ. ചേട്ടത്തി ഇതാണല്ലേ സർപ്രൈസ് എന്ന് പറഞ്ഞത്. വീട്ടിലുള്ളവർക്ക് ഡൗട്ട് വരുന്നതിന് മുൻപ് എന്തെങ്കിലും പറഞ്ഞ് വിക്കിയെ ഇവിടുന്ന് മാറ്റണം, അതാ നല്ലത്. ഞാൻ വന്നത് തന്നെ ആർത്തിക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടിയാ. ആ സന്തോഷം അവളുടെ മുഖത്ത് കാണാനുണ്ടല്ലോ. എന്റെ ഡ്രീം ഗേളിനെ കാണാനായിട്ട് ഒരു ചാൻസ് തന്ന നിനക്ക് കോടി നന്ദി ദൈവമേ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണല്ലോ ഭഗവാനെ ഓരോന്നൊക്കെ സംഭവിക്കുന്നേ. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോ ആ അഹങ്കാരിയാണല്ലോ ദൈവമേ നീ കാണിച്ചു തന്നത്. ഇനി അവനെ എങ്ങനെയാണോ ഞാൻ കെട്ടാൻ പോകുന്നത്? അയ്യോ ഇല്ല, അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. പ്രായശ്ചിത്തമായിട്ട് ഇനി ഒരു ദിവസം ഞാൻ വന്ന് ശയനപ്രദക്ഷിണം ചെയ്തോളാം. ഇപ്പൊ ഒന്നും എനിക്ക് കല്യാണമേ വേണ്ട.
എന്റെ ചേച്ചിയുടെയും വിക്കിയുടെയും കല്യാണം നന്നായി നടത്തി തന്നാ മാത്രം മതി. അതെ, ഇവിടെ ഏറ്റവും വിഷമിക്കാൻ പോകുന്നത് ആരാന്നറിയോ? ശാരികയാ. വിക്കിച്ചേട്ടനും ആരതിയും തമ്മിലുള്ള കല്യാണം നടന്നു കഴിഞ്ഞാ അത് ശാരികയ്ക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാവും. പക്ഷെ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ആരതി പറഞ്ഞതനുസരിച്ച് ശാരികയ്ക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നത് ആരതിയും വിക്കിച്ചേട്ടനും കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം ശാരിക അറിയണമെന്നാ. ശരി, നിനക്ക് ഏത് ശരിയായി തോന്നുന്നു അത് തന്നെ ചെയ്താൽ മതി. പക്ഷെ സൂക്ഷിച്ചു വേണം. അമ്മേ, പൂജയെല്ലാം കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു, നമുക്കിറങ്ങാം. അയ്യോ ഒന്ന് നിക്കമ്മേ, ഞങ്ങൾ എല്ലാരും കൂടെ പോയി ചേച്ചിക്ക് അമ്പലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയാ പോരെ? മോളെ ആദ്യേ സൂക്ഷിക്കണേ മോളെ. ആ നിങ്ങൾ ഇവിടെ എല്ലാം ചുറ്റി കണ്ടിട്ട് വാ. ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുവെക്കട്ടെ. അമ്മോ, ആദ്യയുടെ കൂടെ ആരെങ്കിലും എപ്പോഴും ഉണ്ടായിരിക്കണം. അവളെ ഒറ്റയ്ക്ക് വിടാനേ പാടില്ല, കേട്ടല്ലോ? മനസ്സിലായി വല്യമ്മേ, വാ. ഏയ് സംസാരിക്കേ. നോക്ക്, മാച്ചിങ് സംസാരിക്കുന്നേ. ഇന്നലെ വന്നിനെ കാണുന്ന വിചാരിച്ചേ, ഒന്നും പറയാതെ ഇന്നാണോ വരുന്നത്? അല്ല, ഇത്ര സീരിയസ് ആയിട്ടുള്ള റൊമാൻറ്റിക് മൂഡിനെ സില്ലിയായിട്ട് പറഞ്ഞല്ലോ. അതിന് ഞാൻ എന്താ പറഞ്ഞേ? അല്ല ആരതി, ഒരു മിനിറ്റെങ്കിലും നീ അകന്ന് നിൽക്കുകയാണെങ്കിൽ ഇനി എപ്പ കാണാൻ പറ്റുന്നോർത്ത് കാത്തിരിക്കുകയായിരിക്കും. എനിക്ക് എപ്പോഴും നിന്റെ കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ. എനിക്ക് ഇപ്പൊ എന്തായാലും ഒരു കാര്യം മനസ്സിലായി. നിന്നേക്കാൾ കൂടുതൽ എനിക്കാ നിന്നോട് ഇഷ്ടം. ആരതി ചേച്ചി, വിക്കി ചേട്ടാ, ഒന്ന് വന്നേ. വാ ചേച്ചി. വിക്കി, പെമ്പിള്ളേരാണല്ലോ. ഇതിലേതെങ്കിലും ഒരെണ്ണം അവന്റെ ലവറായിരിക്കും. കാണാൻ പറ്റുന്നില്ലല്ലോ. എന്തായാലും ക്യാമറ റെഡിയാക്കി വെച്ചേക്കാം. കണ്ടു കിട്ടിയാൽ ഉടനെ തന്നെ ഒരു ഫോട്ടോ അങ്ങ് എടുത്ത് വെച്ചേക്കാം. ശാരിക, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്, വാ. എന്താ അങ്ങനെ നോക്കുന്നേ? വാ, അങ്ങോട്ട് പോവാം. എനിക്കും അതിഥിക്കും അഞ്ജുവിനും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ വരാ ചേച്ചി. അമ്മ നിക്ക്, ഞാനും വരുന്നു. വേണ്ട, വരണമെന്നില്ല, നിങ്ങൾ സംസാരിച്ചു. എന്താ വരാൻ? അല്ല, എല്ലാവരും എസ്കേപ്പ് ആയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? അളിയ, അമ്പലത്തിന് പുറത്ത് ഒരുപാട് നല്ല കടകളുണ്ട്. അവിടുന്ന് പൊരി വാങ്ങിക്കേ, നല്ല ടൈം പാസ് ആവും. മനസ്സിലായി. ഞാൻ എന്തായാലും നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല. ഞാൻ മാറി തന്നേക്കാം. ശരിയെന്നാ.